സുന്ദര സംഗീത വേദിയിൽ കുഞ്ഞുനാദങ്ങൾക്ക് കൂട്ടായി നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്. വെൽക്കം MG അങ്കിൾ, മധു അങ്കിൾ ആൻഡ് മൃദു ചേച്ചി. മനസ്സിൽ മധുര മഴയായി പൊഴിഞ്ഞ മാപ്പിളപ്പാട്ടിന്റെ മനോഹര ശീലമായി വന്ന കോഴിക്കോടിന്റെ സ്വന്തം പാട്ടുകാരി നക്ഷത്രക്കുട്ടി. വെൽക്കം നക്ഷത്ര ഓൺ സ്റ്റേജ്. നക്ഷത്ര ഇന്ന് വേറെ ലുക്കില. നക്ഷത്രേ, ഇതെല്ലാം കൂടെ ചുറ്റുമോ മുഖം ഒരു വെള്ളക്കേട് എത്രയുണ്ട്? മുടി കെട്ടിച്ചിട്ട് അതിന്റെ മുകളിൽ വേറെന്തോ ആർട്ടിഫിഷ്യൽ മേളിലൊരു ചട്ടി വേറെ സാധനം ഉണ്ട്, എന്തോ സാധനം ഉണ്ട്. അതെ, UAE-ലൊക്കെ പോകുമ്പോ ഈ ഒരു ഹെയർ സ്റ്റൈൽ, ഇത് മെയിൻ അവരുടെ ഹെയർ സ്റ്റൈൽ. സംഭവം എന്തൊക്കെയായാലും കലക്കി. അതെ, അത്രേ പറയാനുള്ളൂ. ഏത് പാട്ടാണ്? റസൂലേ റസൂലേ. നല്ല ഉടുപ്പാണല്ലോ, നല്ല രസമുണ്ട് കളറ് അല്ലേ? ആരാ പാടിയത്? ചിത്രാമ്മ. ആണോ? അത് ശരി, കേട്ടു നോക്കാൻ നോക്ക്. അതെ, ആ തട്ടവും മയക്കും തമ്മിൽ നല്ല മാച്ചിങ് ചേർച്ച. അതെ, ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ് നക്ഷത്ര.
നക്ഷത്ര എന്തോ സോ കളർഫുൾ, നല്ല രസമുണ്ടായിരുന്നു. കാരണം നിങ്ങളുടെ ഡാൻസും പാട്ടും ടോട്ടലി ഒരു എന്റർടൈൻമെന്റ് ആയിരുന്നു. കാരണം ഒരു സുഖം ഉണ്ടായിരുന്നു. മോള് ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. എപ്പോഴും പറയാറുള്ള, വീണ്ടും ഞങ്ങളെ കൊണ്ട് പറയിക്കുക. അതായത് ലാൻഡിങ് നോട്ട്സിലൊക്കെ ശ്രുതിയും സംഗതിയും പെർഫെക്റ്റ് ആവണം. ഈ ലാൻഡിങ് നോട്ട് അവിടാണ് എല്ലാവരും നോക്കുന്നത്, കാരണം കൃത്യമാണോ എന്ന്. അവിടെ മോള് ഒന്നിലൊരു ശകലം ഫ്ലാറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഷാർപ്പായിരിക്കും. രണ്ടിലേതെങ്കിലും ഒന്ന് കൊണ്ടുവയ്ക്കും. പിന്നെ ഇതിൻ്റെ ലിറിക്സ് ഹക്കിൻ എന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ ആയിരിക്കണം. അത് കഴിഞ്ഞ് തന്നെ റൗള അതാണ്. അതൊരു പ്രത്യേക പ്രൊനൗൺസിയേഷനാണ്. ഈ മാപ്പിളപ്പാട്ടിനെല്ലാം ഉള്ള ആ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് ആ ഒരു വിഭാഗമുണ്ട് മാപ്പിളപ്പാട്ടിനെ സ്നേഹിക്കുന്ന, ഞാൻ ഉൾപ്പെടെ അടങ്ങുന്ന ഈശൽ പാട്ടുകളൊക്കെ പാടുന്ന ഒരുപാട് സംഘടനകളുണ്ട്. അപ്പോൾ ആ അക്ഷരം ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ മോളെ. തിങ്കളൊലിയെ ആണോ ഒളിയെ ആണോ? അവിടെയൊക്കെ അക്ഷരം മാറിയാ കേൾക്കുന്നത്. ടോട്ടലി കേൾക്കുമ്പോഴത്തേക്ക് സുഖം ഉണ്ടായിരുന്നെങ്കിലും ഈ നമ്മളൊരു ജഡ്ജ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂയിൽ വരുമ്പോഴത്തേക്ക് അത് കൃത്യമായിട്ട് ശ്രുതി ചേരുകയും സംഗതികൾ പാടിയില്ലെങ്കിലും അത് നമ്മുടെ മാർക്കിൽ പ്രതിഫലിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നക്ഷത്ര എന്തോ എത്രയിലാ പഠിക്കണേ? 7ലേക്ക്. 7. ഇപ്പൊ തന്നെ നല്ല വോയിസ് ആണ് നക്ഷത്രയുടെ. ഇനി കുറച്ചും കൂടി വലുതാകുമ്പോഴത്തേക്ക് ഇനി മനോഹരാവും കേട്ടോ. പാട്ട് നന്നായിരുന്നു. ഈ പറഞ്ഞ പോലെ ശ്രുതി പ്രശ്നം അങ്കിള് പറഞ്ഞല്ലോ, അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കുക. എന്ന് കാണും ഞാൻ എൻ്റെ മുത്തുന്ന എന്ന BA കഴിഞ്ഞിട്ട് അവസാനം വരുന്ന എൻ്റെ കൽബല്ല ഖൽബ് അല്ലെങ്കിൽ ഖൽബ് എന്ന് പറയണം. അത് പ്രൊനൗൺസിയേഷൻ, അത് ഡിക്ഷൻ കുറച്ചും കൂടി ഒന്ന് ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ അതും ശ്രീകുട്ടനങ്ങൾ സൂചിപ്പിച്ചു. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഈ ശ്രുതിയുടെ പ്രശ്നം ഒഴിച്ചാൽ നന്നായിട്ട് തന്നെയാണ് പാടിയത്. ചില ഭാഗങ്ങളൊക്കെ വളരെ വളരെ മനോഹരമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ ഇനിയും നന്നായിട്ട് പാടാൻ പറ്റും നക്ഷത്രയ്ക്ക്. ഓക്കെ. ഇപ്പോൾ ഒരു റസൂലേ എന്ന് അല്ലേ തുടങ്ങിയത് ഇപ്പൊ പാട്ട്? വേറൊരു റസൂലേ ഞാൻ പാടിത്തരാം. റസൂലേ നിൻ കനിവാലേ, റസൂലേ 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 നിൻ വരവാലേ, റസൂലേ റസൂലേ പാരാകെ പാടുകയായി വന്നല്ലോ റബ്ബിൻ ദൂതൻ, പാരാകെ പാടുകയായി വന്നല്ലോ റബ്ബിൻ ദൂതൻ. റസൂലേ നിൻ കനിവാലേ, റസൂലേ നിൻ വരവാലേ, റസൂലേ 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 നിൻ കനിവാലേ, റസൂലേ 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 നിൻ വരവാലേ, റസൂലേ 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 റസൂലേ. നക്ഷത്രക്കുട്ടി എന്തോ നല്ല സൂപ്പറായിട്ട് പാടി. അത്ര എളുപ്പമുള്ള പാട്ടല്ല. ചിത്ര ചേച്ചിയുടെ കുറേ കുനുകുനാന്ന് പറഞ്ഞിട്ടുള്ള കുഞ്ഞു കുഞ്ഞു തിങ്സ് ഒക്കെ ഉണ്ട്. പല പ്ലാൻസും മോള് അസാധ്യമായിട്ട് പാടിയിട്ടുണ്ട്. ചെറിയ സ്ലിപ്പ് അവിടെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും പല ഭാഗങ്ങളും ആഹാ എന്ന് പറഞ്ഞു പോയി. പിന്നെ ഈ പറഞ്ഞ മാതിരി ആഹാ എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ അടുത്ത വരി ഈ പിച്ചിങ് പ്രോബ്ലം കുറച്ച് ഷാർപ്പായി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ എൻഡിങ് നോട്ട്സിലാണ് കൂടുതലും ഷാർപ്പ് ആവാനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നത്. ആദ്യമൊക്കെ തുടങ്ങുമ്പോൾ ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മളും ഇങ്ങനെ മാപ്പിളപ്പാട്ടുകൾ കേൾക്കും പണ്ട് മുതലേ. പാടുമ്പോഴും പ്രൊനൗൺസിയേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ മാതിരി റൗള അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അങ്ങനെ കുറച്ച് നമുക്ക് പോലും കുറച്ച് മാറിപ്പോയല്ലോ എന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയുന്ന ആരെങ്കിലും ഒന്ന് അടുത്ത് പോയി ചോദിച്ചിട്ട് ഒന്ന് പാടാമായിരുന്നു എന്ന് തോന്നി. അതർവൈസ് വേറെ അധികം പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. നല്ലൊരു കളർഫുൾ ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഇത്തിരിയും കൂടെ എനർജി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നാവായിരുന്നു എന്ന് തോന്നി. പിന്നെ മോളുടെ ഒരു സിംഗിങ് സ്റ്റൈൽ അങ്ങനെ ആണല്ലോ, കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു വോയിസാണ്. ഭയങ്കര എന്താ പറയുക, തൂവൽ സ്പർശം എന്നൊക്കെ പറയില്ലേ, അതുമാതിരിയുള്ളൊരു വോയിസാണ്. അപ്പോൾ ഇങ്ങനത്തെ പാട്ടൊക്കെ എടുത്ത് പാടുമ്പോൾ കുറച്ചുകൂടെ ഒരു എനർജി നമുക്ക് വോയിസിൽ കൊണ്ടുവരാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയ. അതർവൈസ് ഒരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നക്ഷത്ര, എന്തോ we are giving you 98 out of 100. താങ്ക് യു സർ. ആദ്യൊരു റസൂലിൻ പൂക്കുട്ടി. നക്ഷത്രക്കുട്ടി, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. പാട്ടിന്റെ അഴക്
അഴകു പകർന്ന കുട്ടിക്കുറുമ്പ് കൂട്ടിൽ നിന്നും മണ്ണാർക്കാട്ടുകാരൻ മിടുക്കനെത്തുന്നു. വെൽക്കം യാസീൻ ഓൺ സ്റ്റേജ്. ചില ഫുട്ബോൾ കളിക്കാരൊക്കെ വരുന്നത് ആ ഒരു ഫീലും ആ ഒരു ഓട്ടോ ആ ഒരു ലുക്കും എന്തോ ഒരു മാറ്റം ഇല്ലേ ഇവന്? ഇങ്ങനെ ഈ ലോറിയില് ഇതൊക്കെ വെക്കത്തില്ലേ, സാധനങ്ങളൊക്കെ വെച്ചിട്ട് ലോഡ് കൂടുമ്പോഴത്തേക്കും സൈഡിലോട്ട് തള്ളത്തില്ല, അതുപോലൊരു ഫീൽ ആയിപ്പോടാ. എടാ എന്നെ നീ മുടി വെട്ടിയോ വല്ലാട്ട്? ഇതെന്താ മഷ്റൂം കട്ടാണോ? എന്റെ മുടി വലുതായപ്പോ ഇവിടെയുള്ള ബാർബറിൽ ആർക്കും എന്റെ മുടി വെട്ടാൻ അറിയില്ല. ഓൾക്ക് പേടി എന്റെ മുടി വെട്ടാൻ. എന്നിട്ട് സ്വയം വെട്ടിയോ? എന്നിട്ട് ഞാൻ എന്റെ നാട്ടിൽ പോയി വെട്ടി. അതിനു വേണ്ടി മാത്രം നീ നാട്ടിൽ പോയോ? മുടി വെട്ടാൻ വേണ്ടി നാട്ടിൽ പോയ രാത്രി പോയി രാവിലെ വന്നു. ആണോ? ഒരു രാത്രി കൊണ്ട് എല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് ഇത്ര മനോഹരമായി അവർക്ക് വെട്ടാൻ അതെ 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 അതെ. മോനെ ഇത് എത്ര രൂപ കൊടുത്തു? മുടി വെട്ടാൻ സാധാരണ വെട്ടുന്ന കൊടുക്കുന്ന അത്രേ ഉള്ളൂ. 10 രൂപ? 10 രൂപ എന്നല്ല, 5 100 രൂപ. 100 രൂപ. 100 രൂപയോ? പിന്നെ ഒരു ഹെന്ന പോലൊരു സാധനം ഉണ്ട്, പേൻ പോകാൻ വേണ്ടിട്ടുള്ളൂ. പേനും താരനും മുടിയൊക്കെ ഈരുണ്ടാവും. നമ്മളെ മുടിക്ക് ഭയങ്കര കനാവും, അതിന്റെ കനം കുറക്കാൻ വേണ്ടിട്ടാ. കനവാണെന്ന് എപ്പോഴാണെന്നറിയോ? മൈലാഞ്ചി ഇട്ട കട്ടി കൂടും. അപ്പൊ ഇങ്ങനെ കുലുങ്ങും. കനം കുറയ്ക്കാനോ? ശരി, അപ്പൊ എന്തായാലും പാടുന്ന പാട്ട് പാടിക്കഴുന്നു ഔസേപ്പച്ചൻ ചേട്ടൻ, ONV കുറുപ്പ് സാറ്, പിന്നെ പാടിയത് ദസർ. ആകാശദൂത്. ബ്യൂട്ടിഫുൾ മൂവി, നല്ല സെലക്ഷൻ, നല്ല പാട്ടും. ും
മക്കളെ സാർ എങ്ങനെ പാടി എന്ന് തോന്നുന്നു? കുഴപ്പമില്ല. കുറച്ച് ഭാഗങ്ങൾ, അതായത് നിന്റെ പുൽക്കൂട്ടിലെ കിളി കുഞ്ഞുറങ്ങാൻ, അത് നന്നായിരുന്നു. അനുപല്ലിയിലെ തുടക്കം, വിണ്ണിലെ പൊൻതാരകൾ, ഒരമ്മ പെറ്റോരുണ്ണികൾ, കൊള്ളാമായിരുന്നു. താങ്ക് യു സാർ. പിന്നെ ചെല്ലക്കുഞ്ഞുങ്ങൾ, ആ ഒരു ഭാഗം നന്നായിരുന്നു. ബാക്കിയൊക്കെ പ്രശ്നമായിരുന്നു. അതായത് ശ്രുതി, അതായത് ഇതിന്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സ്ഥലത്ത് നിൽക്കുക. ഗാരി ഗാരി ഗാ ഗാരാരരീ സാഗരിനീ ദാനിദപാ. അത് കൃത്യമായിട്ട് നിന്നാലേ കേൾക്കുമ്പോൾ നമുക്കൊരു ഫീല്, ഈ സീൻ കണ്ടായിരുന്നു മോന്? നമുക്കൊരു വിങ്ങലുണ്ടാക്കുന്ന ഒരു സീനാണിത്. ഞാൻ കുറെ കരഞ്ഞൊന്ന്. കരഞ്ഞോണ്ടായിരിക്കും ഈ ശ്രുതി പോയത്. അപ്പം ശ്രദ്ധിക്കണം മോന്, ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട സമയമായി. കാരണം മോൻ നന്നായിട്ട് പാടിക്കൊണ്ടിരുന്നതിന്റെ ഗ്രാഫ് താഴോട്ട് വരുന്നു. അത് ശ്രദ്ധിക്കണം. കാരണം മോൻ നന്നായിട്ട് പാടിക്കൊണ്ടിരുന്ന ചില പാട്ടുകളൊക്കെ സൂപ്പറായിട്ട് പാടി. അപ്പൊ കഴിവുള്ള ഒരു കുട്ടി എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതവിടെ ശ്രുതി കേട്ടൂടെ? ഒന്ന് പാടിക്ക്, ശ്രുതി അവിടെ കേൾക്കാമല്ലോ. സബാഷ്. സബാഷ്. ഇതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ഓൻ പാടിയത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ കേട്ടു നോക്കും. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് സ്വയം മനസ്സിലാക്കുക. അപ്പോൾ നമുക്കൊരു ബോധം കിട്ടും. ശരിയാണ്, ഞാൻ ഇനി അടുത്ത പ്രാവശ്യം പാടുമ്പം ശ്രുതിയൊക്കെ ചേർത്ത് ബി സീരിയസ് എന്നുള്ളൊരു ഒരു നിഗമനത്തിൽ ഒന്നെത്തും. അല്ലാതെ നമ്മൾ എത്ര പറഞ്ഞാലും കാര്യമില്ല. മോൻ സ്വയം വിചാരിച്ചാൽ മാത്രമേ പറ്റൂ. എന്ത് മനോഹരമായിട്ട് പാടി, എന്ത് ഫീലായിരുന്നു. സത്യം വിഷമം തോന്നുന്നു. അടുത്ത പ്രാവശ്യം നന്നായിട്ട് പാടും. വളരെ വളരെ നന്നായിട്ടാണ് പാടിയത്. ഉഗ്രനായിട്ട് പാടി. എനിക്ക് ഇഷ്ടമായി പാടിയതൊക്കെ. നല്ല ഫീൽ ഉണ്ട്. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. പിന്നെ ടെക്നിക്കലായിട്ടുള്ള കുറെ പ്രോബ്ലംസ്. രാപ്പൂവും എന്നുള്ളിടത്ത് ഫസ്റ്റ് പല്ലവിയിൽ ഫുള്ളായിട്ട് അത് ചേർന്നില്ലായിരുന്നു. പിന്നെ അത് കേൾക്കുന്നില്ല കറക്റ്റായിട്ട് മൈക്കിൽ. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ വോളിയം കുറഞ്ഞു പോവാണെങ്കിൽ ആ മൂക്കിൻ്റെ അവിടേക്ക് കൊണ്ടുവരിക. കാരണം അത് എന്ന് പറയുമ്പോൾ മൂക്കിലൂടെ ആയിരിക്കും വോളിയം വരുന്നത്. കൊള്ളാം മോൻ, ഇനിയും ശ്രദ്ധിക്കണം. കാരണം ഞാൻ അറിഞ്ഞിടത്തോളം മോൻ നല്ല മിടുക്കനായിട്ടുള്ള ഒരു സിംഗറാണ്. കഴിഞ്ഞ ഷെഡ്യൂളിൽ 1 മാർക്കേ കുറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഫുള്ളായിട്ട് തന്നെ പോകണം കേട്ടോ. അത് ആ ഒരു താഴത്തേക്ക് വരരുത് ഗ്രാഫിൽ നിന്ന്. അടുത്ത പാട്ട് ശ്രദ്ധിക്കില്ലേ? ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഓക്കെ, യാസിൻ കുട്ട, ഔസേപ്പച്ചൻ സാറിന്റെ ഒരു ഉഗ്രൻ, എന്താ പറയാ, അങ്ങനെ നമ്മളെ കരയിച്ച് കളയുന്ന ഒരു പാട്ട്. അത്ര ഇമോഷണലായിട്ട് പാടിയിരിക്കുന്ന ഒരു പാട്ടാണ് അല്ലേ? ദാസാറ് പാടി എന്താ പറയേണ്ടത് അല്ലേ? നമ്മൾക്കൊന്നും പറയാനില്ല. അത്രയും ഭയങ്കര ഇമോഷണലായിട്ട് പാടിയിട്ടുള്ളൊരു പാട്ട്. അപ്പോൾ ആ ഇമോഷനൊക്കെ മോൻ കുറേ സ്ഥലത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഭാവം കൊടുത്ത് പാടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പാട്ട് പാടുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ശ്രുതി അമ്മ, ലയം അച്ഛൻ എന്നല്ലേ പറയാറ്. അപ്പോൾ ആ ശ്രുതി ചേർത്ത് തന്നെ പാടണം മോനെ. അല്ലെങ്കിൽ നമുക്ക് എത്ര നന്നായിട്ട് പാടിയാൽ പോലും നമുക്ക് ആ ഒരു സുഖം കിട്ടില്ല. അപ്പോൾ എല്ലാ സ്ഥലത്തും ആ ഗരി ഗ ആവുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് ഷാർപ്പായി പോകുന്നുണ്ടായിരുന്നു. ആ പാടി എല്ലാ സ്ഥലത്തും കുറച്ച് നന്നായിട്ട് തന്നെ ഷാർപ്പായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭാവമൊക്കെ നന്നായിട്ട് വരുത്തിയിട്ടുണ്ട് പല സ്ഥലത്തും. അപ്പോൾ ശ്രുതി ചേർന്ന പോർഷൻസ് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഭാവമൊക്കെ ഉൾക്കൊണ്ട് തന്നെയാണ് പാടിയിരിക്കുന്നത്. പക്ഷേ അപ്പോൾ ശ്രുതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ശ്രുതി ഇട്ട് തന്നെ പാടി പ്രാക്ടീസ് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പെർഫോമൻസ് കലക്കും അല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. So Yasin, we are giving you 97 out of 100. താങ്ക് യു സർ. And ഔസേപ്പച്ചൻ പൂക്കുറ്റി. താങ്ക് യു. കുറുമ്പുകൂട്ടിലെ കുട്ടിത്താരം നമ്മുടെ ഇജോ കുട്ടനെത്താണ്. വെൽക്കം ഇവാൻ ഓൺ സ്റ്റേജ്. ദൈവമേ, ലാലേട്ടനോ? അത് മമ്മൂക്കയോ? മമ്മൂക്കയാ? ആഹാ, ഇതാരാ ഇത്? മമ്മൂക്ക. ഇവിടെ മമ്മൂട്ടി എന്നൊന്ന് എഴുതി വെക്കായിരുന്നു കേട്ടോ.
ഈ കണ്ണട വെക്കുമ്പോഴില്ലേ ഞാൻ ഇങ്ങനെ ആക്കുമ്പോ നല്ലോണം കാണാം, ഇങ്ങനെ ആക്കുമ്പോ കറക്റ്റ് ആയിട്ട് കാണാം. പക്ഷെ ഇങ്ങനെ വെക്കുമ്പോ ഇവിടെ എന്തൊരു മങ്ങല്. ഒരു കൊച്ചിന് വെള്ളെടുത്തന്നെ കണ്ണടയാണോ കൊടുത്തിരിക്കണേ? വേറെ കാര്യം, എന്തെങ്കിലും ഡയലോഗ് പറയാനായിരുന്നു ഇങ്ങ് വന്നേ? അല്ല, പാടാനും ഡയലോഗ് പറയാനോ? ഡയലോഗ് മീനോട്ടി ചേച്ചിയും കൂടി ഉണ്ടോ അതിന്? അയ്യോ, എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്തോ പറയാണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് ഒറ്റയ്ക്കല്ല, മീരയോട് മാത്രം. മീരയോട് മാത്രം. പക്ഷെ ഞാൻ എന്തിനാണ് മീരിനെ ഇവിടെ കൊണ്ടുവന്നതെന്ന് മീരിനെ ഇവിടെ ഒറ്റയ്ക്ക് കൊണ്ടുവന്നതെന്ന് മീരി ഇപ്പോ അറിയണ്ട. മേരിയോ? സോറി, ജസ്റ്റ് സ്ലൈറ്റ്ലി ഒരു മാറ്റം. മീരി ഇപ്പോ കുടിക്കാൻ എന്തെങ്കിലും വേണോ? അല്ല, കുടിക്കാൻ എന്തെങ്കിലും കിട്ടിയാ കൊള്ളായിരുന്നു. പ്രൊഡക്ഷനിൽ നിന്ന് വെള്ളം പറയണോ? ഡയലോഗ് സാധ്യമോ? ഒന്നുകൂടെ കുടിക്കോ? ഇന്നാ അതെന്തിനാ ഇങ്ങനെ കാണിക്കണ? എന്തിനാ? അപ്പൊ ഞങ്ങൾ അങ്ങനെ കാട്ടുണ്ട്, ഇങ്ങനെ എന്തോ കാട്ടുണ്ട്. അതാണ്. പിന്നെ അടുത്തത് വിനോദി ചേച്ചി പറഞ്ഞോളൂ എന്ന് പറയണം. പറഞ്ഞോളൂ. ഇനി പറഞ്ഞു. ഈ അടുത്ത കാലമാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു കവി ഒഴുകി വരണുണ്ടെന്ന്. ഒഴുകുന്നുണ്ടെന്നല്ല, ഉറങ്ങുന്നുണ്ടെന്ന്. ഉറങ്ങുന്നുണ്ടെന്ന് ഗുരുത്വം. ഗുരുത്തൻ എഴുതിയ കവിത. ഗുരുകനോ? അതാരാ? മുരുകന്റെ അളിയനോ? മുരുകനല്ല, ഗുപ്തനല്ലേ? ഗുരുപ്തൻ. ഗുരുത്തനല്ല, ഗുപ്തൻ. ആ ഗുപ്തൻ എഴുതിയ കവിത ശരിക്കുമുള്ള കവിതയാ. ഞാൻ ആ വരി ഒന്ന് പറട്ടെ. പൊന്നേ പൊന്നമ്പിളി നിന്നെ കാണാൻ കണ്ണായിരം, വിണ്ണിൻ വാർത്തിങ്കളെ ഇന്ന് താഴെ മാനത്തുവാ. ശരിക്കും ഒരു കത്ത് കണ്ടായിരുന്നു, ലച്ചുട്ടി താരയും കൂടി അടി കൊണ്ടുകൊണ്ട്. എല്ലാം എനിക്കാണല്ലോ ഇന്ന്. മോനെ, മീനൂട്ടിക്ക് വായിക്കാൻ അറിഞ്ഞൂടാ. എനിക്ക് എഴുതാനല്ലോ സാർ അറിയോ, വായിക്കാൻ അറിഞ്ഞൂടല്ലോ. എന്താടാ ഞാൻ കേട്ട് നോക്ക. അത് വേണേ ഞാൻ വായിക്കാം. കൊടുക്കണോ? അങ്കിളിന്. പ്രിയപ്പെട്ട മീനൂട്ടി ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ കാര്യം പറഞ്ഞ് ഇപ്പൊ തന്നെ ഇവിടെ കുറച്ചു പേര് അടി കൂടുന്നുണ്ട്. അത് സത്യവാ. എനിക്ക് അവരെ വിഷമിപ്പിക്കാൻ വയ്യ. അതും സത്യവാ. സത്യവാ. ഇനി അവർ ഇവിടെ വരുമ്പോൾ കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ശരിയാണോ? സത്യവാ. ഞാനൊരു പാവമാണ്. സത്യമാണോ അത്? സത്യമല്ലേ ഇത്? സത്യവാ. അത് ഇവിടെ വരുന്ന എല്ലാവരോടും പറയണോ? അത്രയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ മാത്രം അറിഞ്ഞാ മതി. ഇപ്പൊ നമ്മൾ മാത്രം അറിഞ്ഞിട്ടുള്ളൂ. ഈ പാട്ട് ഞാൻ മീനൂട്ടി ചേച്ചിക്ക് വേണ്ടിയാണ് പാടുന്നത്. ആണോ? മീനൂട്ടി ചേച്ചിക്ക് മാത്രമല്ല, ഞങ്ങൾക്കും. എടാ പിന്നെ നീ എന്നാടാ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്? ഞാനല്ല ഇന്ന് എഴുതിയത്, ഇവിടെയുള്ള ആദർശങ്ങൾ എഴുതിയത്. എന്നോട് ദേഷ്യം തോന്നല്ലേ? ഇഷ്ടത്തോടെ ഇവാൻ കുട്ടാന്ന് വിളിച്ചാൽ എനിക്ക് സന്തോഷമാവും. എന്നെ വിഷമിപ്പിക്കല്ലേ എന്ന് മീനൂട്ടിയുടെ സ്വന്തം ഇജോ കുട്ടൻ എന്നാണല്ലോടാ ഇതിൽ എഴുതിയിരിക്കുന്നത്. അതൊക്കെ പച്ച കള്ളാണെന്ന് എനിക്ക് തോന്നേ. ഇതിൽ നീ ഉത്തരവാദിയല്ലേ ഇജോ കുട്ടാ? ആരാ എഴുതി എന്താ എഴുതിയതൊന്നും എനിക്ക് വായിക്കാൻ അറിഞ്ഞൂടാ. അത് നന്നായി. നീ നിരപരാധിയാ. അപ്പം എന്താ? ഗുപ്തനല്ല, നിരപരാധിയായി. വേറൊരു സംഭവം അറിഞ്ഞല്ലോ. ഈ താരയോട് നീ എല്ലാം തുറന്നു പറഞ്ഞെന്ന് ലച്ചു ഞങ്ങളോടൊന്ന് പറഞ്ഞല്ലോ. എന്താ തുറന്നു പറഞ്ഞേ? നിനക്ക് താരേനെ ഇഷ്ടമല്ല, ഇപ്പൊ എല്ലാ സ്നേഹവും ലച്ചുവിന് വേണ്ടിയാണ് നീ തുറന്നു പറഞ്ഞെന്ന് പറഞ്ഞല്ലോ. അത് ഞാൻ വാ ഉള്ളി നിറട്ടെ. കൈ എന്താ ഇങ്ങനെ പിടിച്ചേക്കണേ? കവിത വന്നിരിക്കുകയാണ്. എന്താ
ഇപ്പൊ പറഞ്ഞതിന്റെ ഉത്തരം വരട്ടേന്ന്. ഓ ഉത്തരം പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഉള്ളി വല്ലോ. എന്താണ് ലച്ചുകുട്ടിയോട് അങ്ങനെ പറഞ്ഞത്? ലച്ചുട്ടിയാണ് എന്നെ നല്ലോണം സ്നേഹിക്കണത്. അടിക്കുന്നത് അല്ല, അടിക്കാത്തത്. ഓ, സ്നേഹിക്കുന്നത്. ചെലപ്പോ എന്നോട് ചെലപ്പോ മിണ്ടൂല. അതൊക്കെ കൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമാ. ഓ അത് ശരി. പിന്നെ MG ഞങ്ങള് ലച്ചു പറഞ്ഞില്ലേ ഇവൻ ഉടുപ്പ് വാങ്ങിക്കൊടുത്തു, വള വാങ്ങിക്കൊടുത്തു. അതെ. അത് ബാക്കിയുള്ളവർ കേട്ട് അവർക്ക് വലിയ പ്രശ്നമായി. അത് അസൂയ വരില്ലേ? അല്ല, അവരൊക്കെ കേട്ട അവരെന്നെ തല്ലുവോ? ചെലപ്പോ തല്ലുവല്ലേ? അയ്യടാ എടി, എടീന്നാ. നീ ഇതൊക്കെ വരുമ്പോ കേട്ടോ, ഇതൊക്കെ കേൾക്കുന്നുണ്ടോന്നാ ഉദ്ദേശിച്ചേ? ചോദിച്ചു നോക്ക്. അല്ല വേറൊരു കാര്യം ചോദിച്ചോട്ടെ, മുടി വെട്ടിയോ? അതെങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായി? എന്താ ഇപ്പൊ ഒരു പൗരുഷം കണ്ണടിയൊക്കെ ചെയ്തു. ആരാണ് എനിക്ക് മുടി വെട്ടാൻ കൊണ്ടുപോയത്? എന്റെ അപ്പായാ. ഒരു കണ്ണാടിയൊക്കെ വെച്ചിട്ട്. എനിക്കിപ്പോ ഒരു പാട്ടുകളും ഒരു വർത്താനങ്ങളും എനിക്കിപ്പോ ഒരു വർത്തമാനെങ്കിലും എനിക്കിപ്പോ പറയാൻ പറ്റൂല. അതെന്താ കാരണം? കാരണം എനിക്ക് എന്റെ എന്താ എന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോ എനിക്ക് പറയാൻ കിട്ടണില്ല. നോക്കോളൂ, എന്താ പറയാൻ വന്നേപ്പോ? എനിക്കിപ്പോ ഒരു വാക്ക് എനിക്ക് ഇനി ഒന്നൊരു വാക്കുകളും എനിക്കിപ്പോ ഒരു വാക്കുകളും പറയാൻ പറ്റണില്ല. അതെന്താ പറയാൻ പറ്റാത്തതിന് കാരണം? അല്ല, ഇപ്പൊ ഇവാൻകുട്ടൻ ആരാണ്? ഗുപ്തനാണോ? ഡയലോഗ്സ് കഴിഞ്ഞോ? ഭൂപതനല്ല. ഡയലോഗ്സ് കഴിഞ്ഞോ? ഗുപ്ത ഹരി. ഹരിയായോ? ഹരിയായോ? ഹരി. ഏതൊരു പേര് പറഞ്ഞു തന്നെയാ, ആരാന്ന് പറഞ്ഞൂടാ. ഇവാൻ കുട്ടൻ ഹരി. കേട്ടോ മിനുട്ടി, ഇവാൻ കുട്ടൻ ഹരി, ഞാൻ കൃഷ്ണൻ. ശരി, ഹരികൃഷ്ണൻ. ഈ പാട്ടില് ഒരു ആക്ട്രസ് ഇല്ലേ? ആക്ട്രസോ? നടി. ഒരു നടി. ചേച്ചി, ഒരു ചേച്ചി. ഒരു ആന്റിയുടെ പേരെന്താ? മളവള. ആരാ? മളവളയോ? അല്ല, അങ്ങനത്തെ ഒരു പേരാ. ഒരു അത് കേൾക്കാൻ വേണ്ടിട്ടാ ഞാൻ ചോദിച്ചത്. മളകളെ? മളകള അല്ല, മുളകോ? ഗളകളെ. എന്താ എനിക്കറിഞ്ഞൂടാ. മളകള ജൂളിയോ? ജൂളി. മലങ്കര ജൂലി. ജൂഹി. ജൂഹി ആന്റി. ബാക്കി എന്താ? ചൗക്ലി. മലങ്കര ചൂടി ചൗക്ലി. ചൗക്ലി. അവിടെ നിക്കട്ടെ, അവിടെ നിക്കട്ടെ. ശരി. അല്ല, മോന് ഇഷ്ടപ്പെട്ടോ? മോന് ഇഷ്ടപ്പെട്ടോ? ആന്റി ഇഷ്ടപ്പെട്ടോ? ചൗക്ലി ആന്റി. ഞാൻ മൗഗ്ലിന്ന് കേട്ടിട്ടുണ്ട്, ചൗക്ലിന്ന് ആദ്യം കേട്ടേക്കണേ. അപ്പൊ ആരാ പറഞ്ഞത് ഇപ്പൊ? ഞാൻ തന്നെയാണല്ലോ പറഞ്ഞത്, എനിക്കറിയില്ല. ഞാനങ്ങനെ പറയുന്നു. അല്ല, ആ ആന്റി ഇഷ്ടമാണോ മോന്? അത്ര അങ്ങോട്ടായില്ല. ഇല്ല, ഇവിടെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടോ? ഒരു ദിവസം ലാലേട്ടനെ വിളിക്കും അങ്ങോട്ട്. ഞാൻ ലാലേട്ടന്റെ ഭയങ്കര ഫാനാ. ആണോ? എന്താ ഇപ്പൊ നീ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഇന്ന് ലാലേട്ടൻ ഇവിടെ എത്താൻ പറ്റത്തില്ല. ഏതായാലും അഡ്ജസ്റ്റ് ചെയ്യാക്കാം. അപ്പൊ തുടങ്ങിയാലോ? റൈറ്റ്. എവിടെയാ? ഓക്കെ പറ. ഓക്കെ, ഇത് വേണം ഊരി വെച്ചോ പാടുമ്പം. ഹരിയാണോ കൃഷ്ണനാണോ? ഹരികൃഷ്ണൻ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പൊന്നേ പൊന്നമ്പിളി നിന്നെ കാണാൻ, പൊന്നേ പൊന്നമ്പിളി നിന്നെ കാണാൻ കണ്ണായിരം പെണ്ണിൻ വാർത്തിങ്കളെ ഇന്ന് താഴെ മാനത്ത് വാ. കുയിലമ്മ പെണ്ണിന്റെ പഞ്ചാര ചുണ്ടിലെ പാടാത്ത പാട്ട് കവർന്നു നൽകാം. കൺകളിലായിരം കൈത്തിരി നീട്ടിടാം. കണ്ണാടി കവിള് കാർമേഘ പൊട്ടുതൊട പൊന്ന
ഈ അമ്പിളിക്കുഞ്ഞിന്റെ കാര്യമാണോ പറഞ്ഞേ ഇപ്പൊ? പഠിച്ചോൻ കാത്ത് കിട്ടിയ അവസരം ഇവള് തന്നെ അമ്പിളിക്കുഞ്ഞ്. ആണോ? റിസൾട്ടിന്റെ ഇല്ലേ അറിയാണ്ട് തൊട്ടുപോയതാട്ട്, സോറി. എന്നാലും ഞാൻ ഇവിടെ വിടൂല. പിന്നെ അവിടെ എന്നോട് തെറ്റിയാൽ ഞാൻ ഇവിടെ ഒരിക്കലും വിടൂല. ആവേശം ആവേശം. ഇത്ര മാത്രം ഇഷ്ടം തോന്നാനുള്ള കാരണം എന്താ ഈ സമയത്തിനുള്ളിൽ? ആ പെട്ടെന്ന് അല്ല മീനുട്ടി, എന്തോ? ഈ കുറുക്കനുണ്ടല്ലോ, കുറുക്കൻ ഈ കുറുക്കൻ കോഴിയുടെ കൂട്ടിന്റെ അവിടെ ചെന്ന് നിന്നിട്ട് ഇതിങ്ങനെ കോഴി ഇങ്ങനെ നോക്കും. ഈ കോഴി മയങ്ങി 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 ഇറങ്ങി വന്ന് അവന്റെ കുറുക്കന്റെ കൂടെ മുമ്പിലിരിക്കും. പോകും. ആ അനുപല്ലവി കഴിഞ്ഞപ്പോ അല്ലേ? ആ ഓടി അങ്ങ് വന്ന് ആ ഓടി വന്ന ഒരു നോട്ടം. അതെ. ആ നോട്ടത്തില് ഭാവയാം ഇതേണ്ട ഇങ്ങനെ. മിടുക്കനായിട്ട് ആള് മിടുക്കനാണ് എന്തൊക്കെ അതല്ല പറഞ്ഞാലും. ചരണത്തില് എന്തിനാ എന്നെ നോക്കി കണ്ണേ കണ്ണായിരെന്നൊക്കെ പറഞ്ഞ എത്ര ആ പാടിയല്ലോ, എന്നെ നോക്കിട്ട് പാടിയല്ലോ കണ്ണേ കണ്ണേ. അനുപല്ലവിയില, ചരണത്തിലല്ല. ആ അനുപല്ലവി അതെ. എവിടെയായാലും എന്നെ നോക്കി പാടിയല്ലോ കണ്ണേ കണ്ണായിരെന്നൊക്കെ. ഞാൻ ഇറങ്ങി കൈ ഒളിക്കിപ്പോ ഇങ്ങനെ ആയിതാ. ചതിയായി പോയിട്ട് നീ തുടങ്ങുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞില്ലേ എന്നെയാ ഇഷ്ടം? എനിക്ക് ഇഷ്ടപ്പെട്ടത് മീനൂട്ടി ചേച്ചി, വാവയാമി, ലച്ചു. ഇവിടെ മുതൽ മതി എനിക്ക് ധാരാളം. ധാരാളം മതിയോ? രണ്ടുപേരും കൂടെ വേണ്ടേ? വാക്കുട്ടി വന്നതിനാ നിന്നെ അടിച്ച് പപ്പടാക്കിയത്. നീ വാക്കുട്ടിക്കും വാക്ക് കൊടുത്തിട്ടുണ്ടോ എന്ത് അവളെയാ ഇഷ്ടം? ഡോണ്ടു അങ്ങനെ പറയില്ലേ. മീനൂട്ടി ചേച്ചി ഡോണ്ടു. അല്ല എനിക്ക് മനസ്സിലാവാത്തത് എല്ലാം പെണ്ണുങ്ങളെയാണ് ഇവന് ഇഷ്ടം. അവർ രണ്ടുപേരെ ബോയ്സ് അവിടെ ഇരിപ്പില്ലേ? ബോയ്സിന് ഇഷ്ടല്ലേ? ഒരു കാര്യമുണ്ട്, ഇവിടെയുള്ള എല്ലാവരെയും എനിക്ക് ഇഷ്ടാ. സമാധാനായി. ആ മറ്റേ ആ സുബിയങ്കളിനെയോ സബിനങ്കളിനെയും ഒക്കെ വേണം. ശശിയങ്ങളെയും വേണം, ഉളിയങ്ങളെയും വേണം, മുള്ളിയങ്ങളെയും വേണം, വത്സലാങ്കളെയും വേണം. വത്സലങ്ങളല്ല, വത്സലങ്ങളാ ഞാൻ വിളിക്കാറ്. വത്സല എന്താ വിധി? എവിടുന്നോ ഒരെണ്ണം കിട്ടി. അത് ഞാൻ കാര്യം പറയട്ടെ, അവിടെ പോയി ഇരുന്ന് കേട്ടാലോ നീ? ഞാൻ എത്ര വളർത്തിയതാടി, ഇത്രയും വലുതായി പോയോ നീ? അത് ശരി. എന്താ പറഞ്ഞ അതെങ്ങനെയാ? ഇജോക്കൂട്ട് ഞാൻ നിന്നെ എങ്ങനെ നോക്കി വളർത്തിയത്? അടിയെ നീ ഇങ്ങനെയാണ് എപ്പോഴും മോനെ ഈ വളർത്തിയതെന്ന് വെച്ചാൽ അടക്കിയത്. പിന്നെ എന്തിനാ നീ അടക്കിയത്? അടക്കി വെച്ചതാന്ന്. ഇവാൻകുട്ട ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഇവാൻകുട്ട, ഇന്ന് സ്റ്റേജ് പൊളിച്ചിട്ടേ ഭാവിയാമി കുട്ടി ഇവിടുന്ന് പോകുള്ളൂന്ന് എനിക്കറിയാം. ഇവാൻകുട്ട ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്തോ? ഇപ്പൊ ഭാവയാമിനെ കൊണ്ട് വിളിച്ചോണ്ട് പോയില്ലേ, ഇത് അവിടെ പ്രശ്നാവില്ലേ? ഞാൻ എല്ലാവരും ഇഷ്ടമാന്ന് പറഞ്ഞില്ലേ? അതൊന്നും ഇവിടെ അവര് കാണും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ലച്ചു ഇപ്പൊ പറഞ്ഞിട്ട് പോയിട്ടുള്ളൂ. പുറത്തേക്ക് ഇറങ്ങിയപ്പോ പ്രശ്നം ഇഷ്ടമാന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അതിന് കൂടി വേറെ ഒരു വർത്തനം വേണ്ട. മേളിലൊരു വർത്താനം വേണ്ട. കാരണം അവൻ ഇനിയിപ്പോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇടിയുടെ പൂരമാണ്. കാരണം പിള്ളേരെല്ലാം കൂടെ എടുത്തിട്ട് ഇടിക്കും. ഇടിക്കാൻ പോവാ. നമുക്കേ ഇത് ഈ അവസാനിപ്പിക്കാം. ഇടിയും ബഹളമൊക്കെ ആവുന്നതിന് മുമ്പ് പൂക്കുറ്റി കൊടുത്ത് വിടാം. വേണ്ട. ആദ്യ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പൂക്കുറ്റി. മനസ്സിൻ മൺവീണയിൽ ഏതോ മിഴിനീരിൻ ശ്രുതി മീട്ടുന്നു മൂകം. തളരും തരുവോടെ ഇടറും മനമോടെ വിടവാങ്ങുന്ന സന്ധ്യേ, വിരഹാർദ്രയായ സന്ധ്യേ, ഇന്നാരോ വിരൽ നീട്ടി
മനസ്സിൻ മൺവീണയിൽ വെണ്ണിലാവ് പോലും നിനക്കിന്നെരിയും വേനലായി വർണ്ണരാജി നീട്ടും വസന്തം വർഷശോകമായി നിന്റെ ആർദ്രഹൃദയം തൂവൽ ചില്ലുടഞ്ഞ പടമായി നിന്റെ ആർദ്രഹൃദയം തൂവൽ ചില്ലുടഞ്ഞ പടമായി ഇരുളിൽ പറന്നു മുറിവേറ്റു പാടുമൊരു പാവം പൂവൽ കിളിയായി നീ ആരോ വിരൽ നീട്ടി മനസ്സിൻ മൺവീണയിൽ ഏതോ മിഴിനീരിൻ ശ്രുതി നീട്ടുന്നു മൂകം പാതിമാഞ്ഞ മഞ്ഞിൽ പതുക്കെ പെയ്തൊഴിഞ്ഞ മഴയിൽ കാറ്റിൽ മിന്നിമായും വിളക്കായി കാത്തു നിൽപ്പതാരേ നിന്റെ മോഹശകലം പീലി ചിറകൊടിഞ്ഞ ശലഭം നിന്റെ മോഹശകലം പീലി ചിറകൊടിഞ്ഞ ശലഭം മനസ്സിൽ മെനഞ്ഞ മഴവില്ലുമായ്ക്കുമൊരു പാവം കണ്ണീർ മുകിലായി നീ ആരോ വിരൽ നീട്ടി മനസ്സിൻ മൺവീണയിൽ ഏതോ മിഴിനീരിൻ ശ്രുതി മീട്ടുന്നു മൂകം തളരും തനുവോടെ ഇടറും മനമോടെ വിടവാങ്ങുന്ന സന്ധ്യേ വിരഹാർദ്രയായ സന്ധ്യേ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.